ഹായ് ടീച്ചർ. ഹായ് മക്കളെ, ഞാൻ ടീച്ചർ. എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്. ഇനി അങ്ങോട്ട് നമുക്ക് ഒരുമിച്ച് കളിച്ച് ചിരിച്ച് പഠിക്കാം, ഉല്ലസിക്കാം. അതിനു മുൻപ് ഡോക്ടർ ബിട്ടു എന്താണ് പറയുന്നതെന്ന് കേൾക്കാം. ഹായ് കൂട്ടുകാരെ, ഞാൻ ഡോക്ടർ ബിട്ടു. പൊന്നുമക്കൾക്ക് സുഖമല്ലേ? ഇന്ന് എനിക്ക് കുറച്ച് വലിയ കൂട്ടുകാരോടാണ് ഒരു കാര്യം പറയാനുള്ളത്. അതായത് 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലും ഒക്കെ പോയി തുടങ്ങിയ കൂട്ടുകാരുണ്ടല്ലോ. കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളത്, കൂട്ടുകാർ ചെറിയ രീതിയിലെങ്കിലും ദിവസവും വ്യായാമം ചെയ്യാൻ ശ്രദ്ധിക്കുക. കൂട്ടുകാർക്ക് എന്താണ് വ്യായാമം എന്നറിയാമോ? ഇല്ലെങ്കിൽ അമ്മയോട് ചോദിച്ചാൽ മതി 2-3 വ്യായാമങ്ങൾ കാണിച്ചു തരാൻ. കാരണം വ്യായാമം ചെയ്താൽ നമ്മൾക്ക് ശക്തി വരും. നമ്മളുടെ ശരീരം നല്ല ആരോഗ്യത്തോടെ നിൽക്കും. അങ്ങനെ നമുക്ക് ശക്തി വന്നു കഴിഞ്ഞാൽ കൂട്ടുകാർക്കറിയാലോ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന്. അതുകൊണ്ട് തന്നെ ദിവസവും വ്യായാമം ചെയ്യാൻ കൂട്ടുകാർ ശ്രദ്ധിക്കുക. ഇനി ടീച്ചർ എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കിയാലോ? ഓക്കേ. ഹലോ മക്കളെ, ഇന്ന് ടീച്ചർ വന്നിട്ടുള്ളത് ഒരു ചിത്രശലഭവുമായിട്ടാണ്. ചിത്രശലഭം എന്ന് പറഞ്ഞാൽ എന്താണ്? പൂമ്പാറ്റ. ഇംഗ്ലീഷിൽ അതിനെ ബട്ടർഫ്ലൈ എന്ന് പറയും. സോ നമ്മൾ ഇന്ന് ബട്ടർഫ്ലൈക്കാണ് കളർ കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ അതിൻ്റെ ആ ഒരു വേം പോർഷനിൽ, അതിൻ്റെ ആ ഒരു പുഴ പോലുള്ള ആ ഒരു പോർഷനില്ലേ, അതിന് ബ്രൗൺ കളർ കൊടുത്തു. പിന്നെ അതിൻ്റെ ചിറകിന് ഒരുപാട് കളർ നമുക്ക് കൊടുക്കാം അല്ലേ. സോ ടീച്ചർ ആദ്യം എടുത്തിട്ടുള്ളത് റെഡ് കളർ, ചുവന്ന നിറമാണ്. ചുവപ്പ് നിറം ടീച്ചർ ഒരു ചിറകിൻ്റെ ഒരു വശത്തായിട്ട് കൊടുക്കുന്നുണ്ട്. കണ്ടോ? നല്ല വൃത്തിയിൽ കൊടുക്കണേ. നല്ല ഭംഗിയിൽ നമുക്ക് കാണാൻ പറ്റും. ഇനി നമ്മൾ ഫുള്ളായിട്ട് കളർ ചെയ്യാൻ പറ്റും. അതായത് ഒരുപാട് നിറങ്ങൾ നമുക്ക് കൊടുക്കാൻ പറ്റും. സോ നമ്മളിനി അടുത്ത നിറം എടുത്തു. അത് ഇൻഡിഗോ കളർ, അല്ലെങ്കിൽ എന്താണ് ഡാർക്ക് ബ്ലൂ അല്ലെങ്കിൽ ഡീപ്പ് ബ്ലൂ എന്നൊക്കെ പറയുന്ന കളറാണ് ഇൻഡിഗോ. അപ്പോൾ ആ കളർ എടുത്തു. നമ്മൾ ഒരേപോലെ കൊടുക്കണേ. കാരണം ചിത്രശലഭമൊക്കെ ഏകദേശം 2 ചിറക് ഒരുപോലെയല്ലേ കാണാൻ. അപ്പോൾ അതുപോലെ നമ്മൾ കൊടുക്കുക. നമ്മൾ അടുത്ത കളർ നമ്മൾ ചൂസ് ചെയ്തു. ഓറഞ്ച് കളറാണ് കേട്ടോ. നമ്മൾ താഴത്തുള്ള ചിറകിന് ആ ഒരു ഓറഞ്ച് കളർ കൊടുക്കുക, അതിലുള്ള പുള്ളിക്ക്. സോ ആ പുള്ളി നമ്മൾ ഓറഞ്ച് കളർ കൊടുത്തു കഴിഞ്ഞു. ഓക്കെ, അങ്ങനെ അതും കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ ഇനി അടുത്ത കളർ, കുറേ കളേഴ്സ് ഉണ്ട്. നമ്മൾ അടുത്ത കളർ എടുത്തു. അടുത്ത കളർ ഏതാണ്? വയലറ്റ് കളറാണ്. നമ്മളത് താഴെയുള്ള ചിറകിന് ഈക്വലായിട്ട് അതിൻ്റെ ഒരു ബോർഡറായിട്ട് നമ്മൾ കൊടുത്തു. സോ വയലറ്റ് കളറും നമ്മൾ കൊടുത്ത് കഴിയാറായി. 2 സൈഡും ഒരുപോലെ നമ്മൾ കൊടുത്തു. കണ്ടില്ലേ? മക്കൾക്ക് പൂമ്പാറ്റേനെ ഇതിനു മുമ്പ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? എവിടെയൊക്കെ പൂമ്പാറ്റ കാണാൻ പറ്റുക? യെസ്, പൂക്കളുള്ള ഇടത്താണ് പൂമ്പാറ്റ കാണാൻ പറ്റുന്നല്ലേ. സോ നമ്മളിനി അടുത്തത് ഒരു ഗ്രീൻ കളറാണ് ചിറകിന് കൊടുത്തത്. ഇപ്പോൾ കണ്ടില്ലേ, താഴത്തെ ചിറക് ഭാഗം മൊത്തം നമ്മൾ കളർ കൊടുത്ത് കഴിഞ്ഞു. നമ്മളൊരു സിമ്പിളായിട്ട് ഒരു ബ്ലൂ കളർ, സ്കൈ ബ്ലൂ കളർ നമ്മൾ കൊടുത്തു. ലൈറ്റ് ബ്ലൂ കളർ നമ്മൾ ചിറകിന് കൊടുത്തു. കണ്ടില്ലേ? ഓക്കെ, നമ്മൾ അങ്ങനെ 2 സൈഡും ആ കളർ വെച്ച് കൊടുത്തു. ഇനി ഒരു കളറും കൂടിയേ ബാക്കിയുള്ളൂ. പിങ്ക് കളറാണ് നമ്മൾ ചൂസ് ചെയ്തത്. അപ്പോൾ പിങ്ക് കളർ എടുത്തു. നമ്മൾ 2 സൈഡും പിങ്ക് കളർ കൊടുത്തു. അപ്പോൾ പൂക്കളിലാണ് പൂമ്പാറ്റ ഇരിക്കുന്നതെന്ന് ടീച്ചർ പറഞ്ഞു. പൂക്കൾ എന്തിനാണ്? അതിൻ്റെ പൂമ്പൊടിയാണ്. അതായത് തേന് നുകരാൻ വേണ്ടിയിട്ടാണ്. ഈ പൂമ്പാറ്റയുടെ ഭക്ഷണം പൂക്കളിലെ തേനാണ്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് പൂമ്പാറ്റ നിൽക്കുന്നത്. അങ്ങനെ നമ്മൾ പൂമ്പാറ്റ ഇവിടെ കളർ കൊടുത്ത് നല്ല സുന്ദരിക്കുട്ടി ആയിട്ട് ഉണ്ടല്ലേ. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ. ഹായ്, ഞാൻ ടീച്ചർ. നമ്മുടെ കുഞ്ഞോമനകൾക്ക് ഇത്തിരി കളികളിലൂടെ ഒത്തിരി അറിവുകൾ പകർന്നു നൽകാൻ ഞാൻ ഇനി തൊട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാകും.
സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് നന്മയുള്ള മക്കളായി നമ്മുടെ മക്കളെ ഡോക്ടർ ബിട്ടുവിന്റെ സഹായത്തോടു കൂടി വളർത്തിയെടുക്കാം.